പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന പിതാവേ. ഈ വയ്യ സമയത്ത് അങ്ങയുടെ പൊന്നുപാദമെടുത്തിൽ ഞങ്ങൾ ദൈവസഭയായി കൂടി വന്നിരിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. അല്പസമയങ്ങൾ കർത്താവേ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവേ, അങ്ങ് തന്നെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഇതിനെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് ഇതിനെ അനുഗ്രഹിക്കണമേ. മാനുഷികമായ കരങ്ങളെക്കാൾ ഉപരി കർത്താവേ, ആത്മാവിന്റെ കരം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അങ്ങയുടെ അദൃശ്യമായ കരം ഇന്ന് രാത്രി ഇതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും താഴ്ത്തുകയാണ്. കൂട്ടിക്കൊണ്ടുവന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എല്ലാവരും കൂട്ടിവരുത്തണമേ. എല്ലാവരും ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ പരിശുദ്ധ കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അങ്ങ് നിറച്ചാട്ട് കർത്താവേ, പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പറയുന്നു. എല്ലാവരും അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദേശത്തിന്റെ ഇരുളിന്റെ മണ്ഡലങ്ങളൊക്കെ മാറി, അന്ധകാര മണ്ഡലങ്ങൾ മാറി, ദൈവ സാന്നിധ്യം ദൈവസഭ ഏറ്റെടുക്കട്ടെ. ഇന്ന് പകൽക്കാലം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാരംഭിക്കുന്ന നിമിഷത്തിൽ തന്നെ അത്യന്ത ശക്തിയുടെ വ്യാപാരം, സ്വർഗം തുറന്നിറങ്ങി വരുന്ന ഒരു അനുഭവം ഇന്ന് രാത്രിയിലകത്ത് വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അതിനു വേണ്ടി ഏൽപ്പിക്കുന്ന പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. We glorify your name, Lord. We welcome you, Holy Spirit. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ കൃപ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിപ്പാൻ ഹല്ലേലൂയ കർത്താവേ, നടക്കുന്ന ശുശ്രൂഷകളെ മുഴുവനും അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. ജനത്തെ ദൈവം ഒരുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്നവരെല്ലാവരും ഏകാഗ്ര ഹൃദയത്തോടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിനകത്ത് ആയിരിക്കാൻ ദൈവം ഇടയാക്കണമേ. ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരെയും തിരുരക്തത്തിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന പിതാവേ, ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല അധികാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങുവാൻ ഇടയാക്കണമേ. ഇന്നത്തെ ഈ പ്രാർത്ഥന കർത്താവേ, അവരുടെ സ്നാനം മാത്രമല്ല, അവർ ആത്മാവിൽ നിറയുന്ന രാത്രിയാക്കി മാറ്റണമേ. അവരുടെ മേൽ കർത്താവേ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ച് ചില പാട്ടുകളൊക്കെ പാടി നമുക്ക് കർത്താവിനെ പ്രാരംഭത്തിൽ ഒന്ന് മുഖത്തപ്പെടുത്താം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് നമ്മുടെ സാധാരണ നിലയിൽ നടക്കുന്ന സാറ്റർഡേ ഈവനിങ് ഇംഗ്ലീഷ് സർവീസ് നമുക്കുണ്ടായിരുന്നു. അത് നമ്മൾ അതുകൂടെ ചേർന്നുള്ള ഒരു ക്രമീകരണമാണല്ലോ ഇന്ന് വൈകിട്ട് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ആകയാൽ പ്രാരംഭമായി അല്പസമയം കുഞ്ഞുങ്ങൾ പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം അവസരം നൽകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിന്റെ സ്നേഹത്തിനായിട്ട് പകൽക്കാലം കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഇത് പകൽക്കാലം നമ്മളുടെ ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ സ്തോത്രം, നമ്മളെ കർത്താവ് അധികമായി സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഹല്ലേലൂയ കർത്താവിനെ അറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയായി തീർന്നത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങളെന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിനെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ലോകസ്ഥാപനമുന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീഴ്ച, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീഴ്ച, എന്നെയും യോഗ്യനാ എണ്ണിയ സ്നേഹമേ, എന്നെയും തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെയും അനുഗ്രഹത്തിനായി ദൈവാത്മാവ് ഉണർത്തുന്ന ആരെങ്കിലും ഒരാള് ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ സഹോദരിമാരുടെ ഭാഗത്തുനിന്നോ സഹോദരന്മാരുടെ ഭാഗത്തുനിന്നോ ആരെങ്കിലും ഒരാള് വേഗത്തിൽ തിടുക്കത്തോടെ ദൈവസന്നിധിയിൽ ശുശ്രൂഷകളെ വഹിച്ച് പ്രാർത്ഥിച്ചാണ്.
തലമുറകൾ കർത്താവെ സ്ഥാനപ്പെടുന്ന ദിവസമാണുള്ള കർത്താവെ സ്തോത്രം. അവരെ കർത്താവെ 5 പേരെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മാവിന്റെ ശക്തിയിൽ അവരെ നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 5 തലമുറകൾ കർത്താവ് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമുള്ള എത്ര ദിവസം സഹായിക്കണമേ കർത്താവെ. ഇവരെ ക്രിസ്തു വസിച്ച് കർത്താവെ യേശുവിന്റെ സാക്ഷിയിൽ എത്രയെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥാനപ്പെടുന്ന പാസ്റ്ററെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനോട്ട് കടന്നു വന്ന ദേവദാസിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്ന അടികൾക്ക് എല്ലാവരും ഒരുപോലെ അനുഗ്രഹമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ തന്നെ. മഹനീയമായ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് വൈകിയ സമയത്ത് നമ്മൾ ആയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ കുറെ നാളുകളായി, കുറച്ച് ആഴ്ചകളായി അല്ല മാസമായി ദൈവസന്നിധിയിൽ നമ്മൾ ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും ആയിരുന്ന ഈ മഹനീയമായ നല്ല സുദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകി. ഇതുവരെയും നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെ കർത്താവ് നൽകി ഇതുവരെ നിലനിർത്തി. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചിട്ട് ചില ആഴ്ചകൾ, ചില 2 മാസത്തോളമായി. എന്നാൽ നമുക്ക് അതിൻ്റെതായ ക്രമീകരണങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് നീട്ടിവെച്ചു. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വർഗം ഒരുക്കിയ ഒരു ദിനമാണ് നമ്മൾ കണക്കാക്കുകയാണ്. നമുക്ക് വേണ്ടി സ്വർഗം തന്നെ ഇപ്രകാരം ഒരു സുദിനം ഒരുക്കി തന്നു, ക്രമീകരണങ്ങളെ നൽകി തന്നു. ഇന്ന് വൈകിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് അവസരം നൽകി. നമുക്കിന്ന് 5 കുഞ്ഞുങ്ങളാണ് സ്നാനപ്പെടുന്നത്. 5 പ്രിയ സഹോദരങ്ങളാണ് ദൈവസന്നിധിയിൽ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരെ ഓർത്ത് സ്തുതിക്കുന്നതിന് ശേഷം അവർക്ക് അവരുടെ സാക്ഷ്യങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളതാ, സാക്ഷ്യങ്ങളെ അറിയിക്കുവാനുള്ളതായ സാവകാശമുണ്ട്. ഇന്ന് വൈകിയ സമയത്ത് പ്രാരംഭത്തിൽ കടന്നു വന്ന എല്ലാവരെയും ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം നൽകുന്നു. വിശേഷാൽ സ്തോത്രം. സ്വന്തക്കാരായി, സുഹൃത്തുക്കളായി, പ്രിയപ്പെട്ടവരായിട്ടൊക്കെ വന്നവരെയും ക്രിസ്തുവിൽ വന്ദനം നൽകുന്നു. സ്തോത്രം. നമ്മുടെ ഒപ്പമായിരിക്കുന്ന ബഹുമാനിയ കർത്തദാസനെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമുക്കിന്ന് വളരെ സന്തോഷമുണ്ട്, അല്ലേ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മളെക്കാൾ സന്തോഷിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. നമ്മളെക്കാൾ സന്തോഷിക്കുന്ന സ്വർഗം സന്തോഷിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, സ്തോത്രം, അവരുടെ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമാണ്. ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുന്നത് കാണുമ്പോൾ എന്റെ ഹൃദയത്തിന് വലിയ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എല്ലാം കൊണ്ടും വിവിധ നിലകളിൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിനമാണിന്ന്. ഹല്ലേലൂയ. സ്വർഗം അവർക്ക് കൃപ നൽകി മാതൃകയോടെ ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വചനം തക്ക സമയത്ത് പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തുവാൻ ദൈവമായ കർത്താവ് അവർ കൃപ നൽകിയിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാ മാതാപിതാക്കൾക്കും ഇവർ നല്ലൊരു മാതൃകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാരംഭത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് അവരെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ ബ്ലെസ്സിങ്ങും തുടർന്നും മാതാപിതാക്കളായ നിങ്ങളുടെ മേൽ സ്വർഗ്ഗത്തിലെ ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്ലീസ് ബി സീറ്റഡ്. ദയവായി ദൈവസന്നിധിയിലാട്ടെ. ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ഗോഡ്. നമുക്ക് അവർക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹിച്ച ആ സമയം മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവമായ കർത്താവ് അവസരം നൽകി. അതിനുശേഷം സ്തോത്രം, അവർക്ക് സ്നാനത്തിന്റെ ക്ലാസ് ആവശ്യമായിരുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ പ്രാരംഭത്തിൽ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് സ്നാനത്തിന്റെ ക്ലാസ് എടുത്തത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയായിരുന്നു. അവർക്ക് എല്ലാവർക്കും സ്നാനത്തിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് 2-3 ആഴ്ചകളായിട്ട് ക്ലാസ് എടുപ്പാനിടയായി. അവർക്ക് സ്നാനത്തോടുള്ള ബന്ധത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അവർക്ക് കൊടുപ്പാനിടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ടും അതിനെ തുടർന്നുള്ളതായ സ്നാനത്തിന് ശേഷമുള്ള അവരുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെ ഓർപ്പിച്ചു കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവരെ ഇന്ന് വൈകിട്ടും പറയുവാനും മനസ്സിലാക്കുവാനൊക്കെ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മുടെ പൈതൽ ജെഫ് സ്നാനപ്പെടുവാൻ വേണ്ടി തീരുമാനമെടുക്കാനിടയായത്. സ്തോത്രം. ഇന്നത്തിന് ശേഷം അവർക്ക് സാക്ഷ്യം പറയാനുള്ള അവസരമുണ്ട്. പ്രൈസ് ഗോഡ്. എല്ലാം കർത്താവ് കൃത്യതയോടെ ചെയ്യുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവർക്ക് ആവശ്യമായ ക്ലാസ്സുകളൊക്കെ എടുപ്പാനും ആ ക്ലാസ്സുകളുടെ നോട്ട്സുകൾ കാര്യങ്ങളൊക്കെ അവർക്ക് കൈമാറുവാനും ഒക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അവർക്ക് വീണ്ടും അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ള ഒക്കെ അവസരമുണ്ട്. സ്തോത്രം. ഈ സ്നാനം നടക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ബാക്കി സ്നാനപ്പെടാത്തവര് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സ്തോത്രം അവരുടെ തീരുമാനത്തെ നോക്കിക്കണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്ര വലുതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രായമായി നിങ്ങൾ ഓരോരുത്തരും ആ വിശ്വാസ സ്റ്റെപ്പുകൾ, ആ കാൽച്ചുവടുകൾ നിങ്ങൾ പിൻപറ്റുവാൻ ഒരുക്കത്തോടെയും പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണം. കാരണം സ്തോത്രം, അലക്ഷ്യമായി നിങ്ങൾ ഇരിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുവാനല്ല. ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ നല്ലൊരു മാതൃകയാണ്. ഇന്ന് പകൽക്കാലം തുടർന്നുള്ള സമയം നമ്മൾ കൂടി വന്നിരിക്കുമ്പോൾ സ്നാന ശുശ്രൂഷയുള്ള ബന്ധത്തെ ആകയാൽ തുടർന്നുള്ള സമയം സ്നാനത്തോടുള്ള ബന്ധത്തിലും എല്ലായിട്ടും
സ്തോത്രം. അല്പസമയങ്ങൾ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നിരിക്കുന്നു. ഇന്ന് പകൽക്ക് ഈ വൈകിയ സമയത്ത് നമ്മോടൊപ്പം ആയിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ബഹുമാനിയ അഭിഷക്തനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഇവിടെ വന്ന സമയത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്യുവാനൊക്കെ ഇടയായി. നമ്മുടെ പ്രിയ ചില സഹോദരങ്ങളിൽ കൂടിയാണ്, ബിജു ബ്രദറിൽ കൂടിയും ഒക്കെയാണ് ഞാൻ കർത്താവിന്റെ ദാസിനെ കോണ്ടാക്ട് ചെയ്യാൻ ഇടയായി തീർന്നത്. അങ്ങനെ സ്തോത്രം. ഇങ്ങനെ ഒരു ക്രമീകരണം, ഈ നിലയിൽ ഒരു ക്രമീകരണം വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ കർത്താവിന്റെ ദാസനെ നമ്മൾ ബുക്ക് ചെയ്ത അതേ ഡേറ്റിൽ തന്നെ സ്നാനത്തിന്റെ ക്രമീകരണം വന്നതും അതൊരു ദൈവ നിയോഗമാണെന്ന് കാണുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ ഇത് പ്ലാൻ ചെയ്തത്. പെട്ടെന്ന് എനിക്ക് ഉള്ള തടസ്സങ്ങൾ വന്നതുകൊണ്ട് അതാണെന്നല്ല ഈ ആഴ്ചയ്ക്ക് മാറ്റി. പക്ഷേ നമ്മൾ നിയോഗിച്ചതുപോലെ തന്നെ കർത്താവിന്റെ ദാസനെ നമുക്ക് ലഭിക്കാനിടയായി. അതും അനുഗ്രഹമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? Praise God. Hallelujah. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാൻ തുടർന്നുള്ള ഒരു ഹാഫ് ആൻ അവർ ടൈമിലേക്ക് ഞാൻ കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി വരുന്നിരിക്കുന്നു. Praise the Lord. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ചേർന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ദൈവം എനിക്ക് ലഭിച്ച ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാലൂടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട ആ ശുശ്രൂഷകൾ താൻ ഈ ദേശത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഞാൻ കേൾവിയാൽ അറിയുവാനിടയായി. ഇന്ന് തൻ്റെ ആത്മീയമായ ആ ലീഡിങ് കണ്ടപ്പോൾ ആത്മനിറവിലുള്ള ആ കാര്യങ്ങളെ കണ്ട് ദൈവത്തെ സന്തോഷിപ്പാനിടയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് യൗവനത്തിലേക്ക് കാലൂന്നുന്ന ഈ 5 കുഞ്ഞുങ്ങൾ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഈ രാജ്യത്ത് അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു അനുഭൂതിയും ഒരു അനുഭവവും നമുക്ക് കാണുവാനും പങ്കെടുപ്പാനും ഇടയാക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷമുള്ളവരെല്ലാം കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. മുഖവരിയായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ പേര് പാസ്റ്റർ വർഗീസ് മാത്യു. എൻ്റെ സ്വദേശം കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന സ്ഥലത്താണ്. എന്നാൽ വർഷങ്ങളായി ഞാൻ പാർക്കുന്നത് മധ്യപ്രദേശ് ഭോപ്പാലിലാണ്. അവിടെ നോർത്ത് ഇന്ത്യയോട് IPCയോടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലുമായിരിക്കുന്നു. അവിടെ ഉള്ള പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങളെ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ പ്രതികൂലങ്ങളുണ്ട്, നിങ്ങളൊക്കെ അതൊക്കെ അറിയുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്നത്തെ സ്നാനത്തിനുള്ള ക്ലാസ് എടുക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അനേക ദിവസങ്ങളായിട്ട് ആ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജനറലായിട്ട് ചില കാര്യങ്ങൾ അതിൽ സ്നാനവും ഉൾപ്പെടും. ഇപ്പോൾ തന്നെ സ്നാനപ്പെട്ടവരായ നമുക്കും ഇനി ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ അവർക്കും ഒരു മുതൽക്കൂട്ടായി തീരത്തക്ക നിലയിൽ ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ വായി തുറക്കുമ്പോൾ സംസാരിക്കേണ്ടും വേണം, സംസാരിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു വേദവാക്യം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 4-ാം അധ്യായം എൻ്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആമേൻ. അത് 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. എങ്കിലും ഞാൻ ഈ മുഖവുരയായിട്ട് ഈ ഒരു ഭാഗം വായിച്ച് അല്പകാര്യം സംസാരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പഴയ നിയമത്തിലെ ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ആരൊക്കെയാ 2 പുത്രന്മാർ? ഒന്ന് ഇസ്മായേലും 2 ഇസഹാക്കുമാണ്. 2 പുത്രന്മാർ. 2 പേരും അബ്രഹാമിന്റെ പുത്രന്മാർ തന്നെയാണ്. സംശയമില്ലവർക്കും ഉണ്ടോ? ആർക്കുമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പറയുന്നു, അവന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
ദാസിയുടെ മകൻ, അടുത്ത വാക്യം, ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്ത പ്രകാരം താലും ജനിച്ചിരിക്കുന്നു, ഇത് സാദൃശ്യമാകുന്നു. ഇവിടെ ഒന്നിട്ട് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ദാസിയുടെ മകനും സ്വതന്ത്രയുടെ മകനും രണ്ടുപേരുടെയും ജനനത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് ജഡപ്രകാരം ജനിച്ചു, മറ്റൊന്ന് വാഗ്ദത്ത പ്രകാരം ജനിച്ചു. രണ്ടുപേരും ഒരാളുടെ മക്കളാണെങ്കിലും ജനനത്തിനകത്ത് വ്യത്യാസമുണ്ട്. വാഗ്ദത്ത പ്രകാരം ജനിച്ചവൾ, ജഡപ്രകാരം. ഇത് രണ്ടും, അടുത്ത വാക്യം വായിക്കുന്നത്, ഇത് രണ്ടും, ഈ രണ്ട് സ്ത്രീകൾ രണ്ട് നിയമങ്ങൾ അത്രേ. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. There are two covenants. They both are symbolic to two covenants. രണ്ട് നിയമങ്ങളാണ്. ഒന്നാമത്തെ നിയമം അവിടെ എഴുതിയിട്ടുണ്ട്, ഹാഗാർ, അത് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അതിപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. വിശദീകരിക്കാൻ ആവശ്യമില്ല. എങ്കിലും അടുത്ത ഭാഗം, അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്, എന്നാൽ മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. ഇവിടെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 3 പ്രകാരത്തിലുള്ള മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ മനുഷ്യനാണ് ജഡീക മനുഷ്യൻ, ജഡപ്രകാരം ജനിച്ച ജഡീക മനുഷ്യൻ, ദ കാർണൽ മൈൻഡഡ് മാൻ, ജഡീക മനുഷ്യൻ. ഈ ജഡീക മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റോമാലേഖനം നിങ്ങൾ എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം ഇടയ്ക്കൊക്കെ, 8-ാം അധ്യായം 7-8 വാക്യങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ ജഡീക മനുഷ്യന്റെ ഒരു സ്വഭാവം അവിടെ പറയുന്നുണ്ട്. ഒന്നെടുത്ത് വായിച്ചാട്ടെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ആമേൻ. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പൊ ജഡീക മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, അത് ദൈവത്തോട് ശത്രുത്വമാണ്. ദ കാർണൽ മൈൻഡഡ് മാൻ, ദൈവത്തോട്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങുന്നില്ല, ദൈവത്തിന് പ്രസാദമുള്ളതൊന്നും ചെയ്യുവാനും ആഗ്രഹിക്കുന്നില്ല. കാരണം അവൻ നടക്കുന്നത് ആരെ അനുസരിച്ചാണ്? ജഡത്തെ അനുസരിച്ച് നടക്കുകയാണ്. ഇന്ന് വിശ്വാസഗോളങ്ങളിലും ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരെയൊക്കെ കാണാൻ കഴിയും. ജഡപ്രകാരം ജനിച്ച ജഡീക മനുഷ്യൻ. രണ്ടാണ് നാച്ചുറൽ മൈൻഡഡ് മാൻ. അത് നമുക്ക് 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം എടുത്തൊന്ന് വായിച്ച് കേൾപ്പിച്ചാട്ടെ. അവിടെ വായിക്കുന്നത്, അവര് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. അടുത്തത്, ആകയാൽ അവന് ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അവൻ അത് ഗ്രഹിപ്പാനും കഴിയുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യര്. മൂന്നാമത്തതാണ് ആത്മീയ മനുഷ്യൻ, സ്പിരിച്വൽ മൈൻഡഡ് മാൻ. അത് ഇത് അധ്യായത്തിൽ തന്നെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും ഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ ഈ വാഗ്ദത്ത പ്രകാരം ജനിച്ച മനുഷ്യൻ, ജഡപ്രകാരം ജനിച്ച മനുഷ്യൻ, നമ്മള് ഇവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് തന്ന സമയത്തിനുള്ളിൽ നിൽക്കേണ്ടതുകൊണ്ട് ഞാനൊന്ന് കട്ട് ഷോട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഈ ജഡപ്രകാരം ജനിച്ച മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിച്ചു, അവൻ ദൈവത്തോട് ശത്രുത്വമാണ്. ഈ പറഞ്ഞ ഹാഗാറിന്റെ മകനായ ഇസ്മായിലിനെ കുറിച്ച് നമുക്കൊരു വാക്യം എടുത്ത് വായിക്കാം. ജനസിസ് ചാപ്റ്റർ 26 വേഴ്സസ് 1. അവിടെ ഇസ്മായിലിനെ കുറിച്ച് വായിക്കുമ്പോൾ അത് ജനസിസ് ചാപ്റ്റർ 16 വേഴ്സസ് 11 and 12. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 11-12 വാക്യങ്ങൾ. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. ആമേൻ. യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് ഹാഗാറിനോട് കൊടുക്കുന്ന വാഗ്ദത്തമാ. നീ അവനെ ഇസ്മായിൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യനായി. നോക്കിയാട്ടെ, അവന്റെ സ്വഭാവത്തെ കുറിച്ച് ജനനത്തിന് മുൻപേ പരിശുദ്ധാത്മാവല്ല ദൈവദൂതൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ എങ്ങനെയുള്ള മനുഷ്യനായിരിക്കും? കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും
എല്ലാവരുടെയും കൈ അവനും വിരോധമായിരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. ഇവിടെ ഈ ജഡപ്രകാരം ജനിച്ച വ്യക്തിയുടെ സ്വഭാവം റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചു. ദൈവത്തോട് ശത്രുത്വമാണ്, ദൈവിക ആലോചനകളൊന്നും കേൾപ്പാൻ അവന് മനസ്സില്ല. ഇപ്പോൾ അതിന്റെ ജഡപ്രകാരമുള്ള മനുഷ്യന്റെ പ്രത്യേകത, അവൻ എങ്ങനെയുള്ള മനുഷ്യനാ? കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യൻ. കാട്ടുകഴുതയുടെ സ്വഭാവം ഏത് സമയത്താ അതിന്റെ സ്വഭാവം മാറുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ശാന്തമായിരുന്നാലും പെട്ടെന്ന് അതിന്റെ സ്വഭാവം അങ്ങ് മാറും. നമ്മുടെ ഇടയിൽ വല്ലവരും ഉണ്ടോ അങ്ങനെ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിച്ചോണം, ഞാൻ ഇതുവരെ ആത്മീയ ആയിട്ടില്ല. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, അവനറിയാം, ഒരു ബോധമുണ്ട്, അവൻ സകലത്തെയും ഗ്രഹിക്കുകയാണ്. എന്നാൽ കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യന് അവനൊന്നും വിവേചിക്കുന്നില്ല. ഇരിക്കുന്നിടത്ത് പൊട്ടിത്തെറിച്ചുകളെ. അത് വീട്ടിലായാലും, ഭാര്യയോടായാലും, മക്കളോടായാലും, പാസ്റ്ററോടായാലും, they don't mind. പൊട്ടിത്തെറിച്ചുകളെ. അല്ലല്ലോ. ഞാൻ ഭാഗം ഒത്തിരി അങ്ങോട്ട് സംസാരിക്കുന്നില്ല ആ ഭാഗം. എന്നാൽ വാഗ്ദത്ത സന്തതി, അതെ, അതിനെക്കുറിച്ച് പറയണമല്ലോ. വാഗ്ദത്ത സന്തതി ഫസ്റ്റ് സമയമാകുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞേക്കണേ. ഇവിടെ ക്ലോക്ക് ഒന്നും കാണുന്നില്ലാത്തത് കൊണ്ടാണ് ഉണ്ട്. ഓക്കെ. വാഗ്ദത്ത സന്തതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആരാണ് ഈ വാഗ്ദത്ത സന്തതി? നമ്മുടെ ചിന്തയിൽ വരുന്നത് ഇസഹാക്കാണ് വാഗ്ദത്ത സന്തതി, അല്ലേ? എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇസഹാക്കല്ല സത്യത്തിൽ വാഗ്ദത്ത സന്തതി എന്ന് പറഞ്ഞത്. നമുക്ക് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം എടുത്തൊന്ന് വായിച്ചാട്ടെ. സന്തതിക്കും, അല്ലേ? സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല. അപ്പൊ വാഗ്ദത്ത സന്തതി ആരാ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ വാഗ്ദത്ത യേശുക്രിസ്തുവാണ് വാഗ്ദത്ത സന്തതി. യേശുക്രിസ്തുവിലൂടെയാണ് സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നത്. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നിലൂടെ സകല ജാതികളും. അത് ആരിലൂടെയാണ്? ഇസഹാക്കിലൂടെയാണോ? യാക്കോബിലൂടെയാണോ? യാക്കോബിന്റെ 12 മക്കളിലൂടെയാണോ? അത് യേശുക്രിസ്തുവിലൂടെയാണ്. വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് സന്തതികൾക്കും എന്നല്ല, പിന്നെയോ സന്തതി എന്നത്രേ, അത് ക്രിസ്തു തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ, യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറിയത്തോട് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൂതൻ അതിന്റെ 1-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിച്ചാട്ടെ. നീ ഗർഭം ധരിച്ച മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. അവൻ ആരുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടും? അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഞാനും നിങ്ങളും സ്വീകരിക്കുമ്പോൾ നാം അത്യുന്നതന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ ആരാണ്? വാഗ്ദത്ത പ്രകാരം ജനിച്ച യേശു ക്രിസ്തുവിനെ കാൽവറി മരണത്തിൽ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറി ക്രൂശിൽ തന്റെ അവസാനത്തുള്ള രക്തം വരെയും ഒഴുക്കി പാപത്തിന് പരിഹാരം വരുത്തിയ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ തന്നെ ഞാനും നിങ്ങളും ആരായി മാറുകയാണ്? അത്യുന്നതന്റെ മക്കളായി മാറുകയാണ്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതേ ഭാഗമാണ് നിക്കോദിമോസിനോട് യേശു പറഞ്ഞത്. നിക്കോദിമോസ് യേശുവിനെ കാണാൻ രാത്രിയിലാണ് വന്നത്. കുഞ്ഞുങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അവരൊക്കെയാ, പുറകെ ഇരിക്കുന്നവരാണ് ഒക്കെ അല്ലാത്തത്. ഓക്കെ, നമുക്ക് അവരെ ഓക്കെ ആക്കാം. മനസ്സിലായി സ്തോത്രം. നമ്മള് നിക്കോദിമോസ് രാത്രിയിലാണ് വന്നത് യേശുവിന്റെ അടുക്കലേ. എന്നിട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പ്രവർത്തിപ്പാനോ സംസാരിപ്പാനോ വേറെ ആർക്കും കഴിയുകയില്ല. എൻ്റെ അടുത്ത് അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത്, ഓ നീയാണ് ഈ യഹൂദന്മാരുടെ കൂട്ടത്തിൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഗുണമുള്ളത് നീയാണെന്ന് പറഞ്ഞേനെ. പക്ഷെ തമ്പുരാന് യേശു കർത്താവ് എന്താ പറഞ്ഞതെന്നറിയാമോ? നിക്കോദിമോസേ, കാര്യമൊക്കെ ശരിയാ, എന്നെ പുകഴ്ത്തിയതുകൊണ്ട് കാര്യമില്ല. നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല. നീ ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, വീണ്ടും ജനനം എന്ന് പറയുന്നത് അഥവാ ബോൺ അഗൈൻ എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിക്കോദിമോസിന്റെ പോലെ കാറ്റ് എവിടേക്ക് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ലല്ലോ. അതുപോലെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ദൈവവചനം വിശ്വസിച്ച് അനുസരിച്ച് അത് ഗ്രഹിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ അതേ ആ ദൈവികമായ ഒരു സന്തോഷം അത് ഉടലെടുക്കുന്നത് അവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി 5 കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മുഖാന്തരം ദൈവസഭ മാത്രമല്ല, അത് ഈ മാതാപിതാക്കൾ മാത്രമല്ല, ദൈവസഭയും ഇനി വരുവാനുള്ള ദൈവമക്കൾക്കും അതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. എൻ്റെ 4-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളാകുന്നു. ഒരു പ്രോമിസ്ഡ് സന്തതിയാണ് ആര്? ഇസഹാക്ക്. 75-ാമത്തെ വയസ്സിൽ കൊടുത്ത വാഗ്ദത്തം 100-ാമത്തെ വയസ്സിലാണ് പൂർത്തിയായത്. 99 വയസ്സായപ്പോഴും ഇസ്മായിലിന് ഒരു 13 വയസ്സായി കഴിഞ്ഞു. വീണ്ടും ദൈവം മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിനോട് പറയുന്നു, നിന്റെ ഭാര്യയെ വിളിക്ക്, നാളെ അടുത്ത വർഷം ഈ സമയത്ത് അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. പുള്ളിക്കാരി വിശ്വസിച്ചില്ല, അകത്തിരുന്നുകൊണ്ട് ചിരിച്ചു. അബ്രഹാം വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, എനിക്ക് ഇസഹാക്ക് വേണ്ട, പിന്നെ ആര് മതി? ഇസ്മായിൽ മതി. ഇസ്മായിൽ എങ്ങനെയെങ്കിലും ജീവിച്ചിരുന്ന മതി എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത സന്തതി വേണ്ട. വല്ല വിധേനെ ഇങ്ങനെ പാട്ടും പാടി പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കൂട്ടരുണ്ട്. ഞങ്ങൾക്ക് ഇസ്മായില് മതി, ഇസ്ഹാക്ക് വേണ്ട. തമ്പുരാൻ പറഞ്ഞു, ഇല്ലില്ല, ഇസ്ഹാക്ക് തന്നെയാണ് നിന്റെ അവകാശി. വാഗ്ദത്ത സന്തതി തന്നെയാണ് നിന്റെ അവകാശിയാകാൻ പോകുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പുറകെ കടന്നു വരാം. ദൈവമക്കളെ, ജഡപ്രകാരം ജനിച്ചവർ ഈ ലോകത്തിൽ അവസാനിക്കുമ്പോൾ വാഗ്ദത്ത പ്രകാരം വീണ്ടും ജനിച്ച ദൈവ പൈതൽ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല. അവർ ഇതിനും അപ്പുറമായ ഒരു അവകാശത്തിലേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തില് നമുക്ക് ഈ ലോകത്തിലെ
എന്തെങ്കിലുമൊക്കെ കൊണ്ട് തൃപ്തരായി കഴിയുന്ന ഇസ്മായേലിയ സ്വഭാവമല്ല നമുക്ക് വേണ്ടത്. വീണ്ടും ജനിച്ച ഇസഹാക്കിന്റെ ഈ എബ്രായ ലേഖനത്തില് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക 12-ാം അധ്യായത്തിൽ ഒരു വാക്യം എടുത്തു പറയുന്നുണ്ട്. അബ്രഹാം അത് തനിക്ക് വാഗ്ദത്തം ലഭിച്ച ദേശത്ത് അന്യദേശത്തെന്ന പോലെ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളും ഉള്ളതുമായ ഒരു നഗരത്തിനു വേണ്ടി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ നോക്കി പാർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വാഗ്ദത്ത ദേശം, ആ നഗരം, ഇളകാത്ത നഗരം, വാഗ്ദത്ത നഗരം, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഭവനം, അവിടെ ഞാൻ മാത്രം പോയാ പോരാ, എന്റെ മക്കളും എന്റെ കൊച്ചുമക്കളും അവിടേക്ക് പ്രവേശിക്കണമെന്നുള്ള അബ്രഹാമിന്റെ ആഴമേറിയ ആ താല്പര്യവും ആ വിശ്വാസവും അവരെ അതിനായി വളർത്തിക്കൊണ്ടുവരുന്ന അബ്രഹാമിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഒറ്റയ്ക്ക് കാത്തിരിക്കുകയല്ല, പിന്നെ ആരോട് കൂടിയാ? ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ. പ്രൈസ് ദി ലോർഡ്. ജഡപ്രകാരം ജനിച്ച സന്തതി അവിടെ കാണുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ എഴുതണമായിരുന്നു. അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും ഇസ്മായേലിനോടും കൂടെ ഇല്ല. ജഡപ്രകാരം ജനിച്ചവൻ ജഡത്തിൽ ഇവിടെ കൊണ്ട് തീരുമ്പോൾ വാഗ്ദത്ത പ്രകാരം ജനിച്ചവന് ഒരു പ്രത്യാശയുണ്ട്. സ്വർഗീയ യെരൂശലേം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. നാമോ ഇസഹാക്കിനെ പോലെ വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ ആകുന്നു. അടുത്ത വാക്യം എടുത്ത് വായിച്ചിട്ട് റോമാലേഖനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. റോമർ 9:6. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരൊക്കെയും ഇസ്രായേലിരുന്നും അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. എല്ലാവരും കേട്ടല്ലോ. ക്രിസ്ത്യാനിയായ അപ്പനും അമ്മയിൽ നിന്നും ജനിച്ചത് കൊണ്ട് നീ ക്രിസ്ത്യാനി ആകത്തില്ലെന്ന്. പൗലോസ്ലീഹ റോമാലേഖനക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവൻ എല്ലാം ഇസ്രായേലിരുന്നും അബ്രഹാമിന്റെ സന്തതിയായ ആകയാൽ മക്കളെന്നും. ചാക്കോച്ചന് ജനിച്ചത് കൊണ്ട്, തോമാച്ചൻ എന്ന് പേരിട്ടത് കൊണ്ട് തമ്പുരാൻ നിന്നെ ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കത്തില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്ററുടെ മോള് അല്ലെങ്കിൽ മക്കള് പാസ്റ്ററോട് ഒന്ന് ശുശ്രൂഷിച്ചത് കൊണ്ട് ആ കുഞ്ഞ് യേശുക്രിസ്തുവിനെ അത് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിത്തീരുന്നെങ്കിൽ മാത്രമേ അവളെയും ദൈവം എന്ത് ചെയ്യത്തുള്ളൂ. എന്റെ മക്കളായാലും നിങ്ങളുടെ മക്കളായാലും ദൈവത്തിലെ അവരെ തമ്പുരാൻ അവരെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ കുഞ്ഞുങ്ങളെ പോലെ ഏറ്റെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരുന്ന ആ ദൈവികമായ ആ കൽപ്പനകളെ അനുസരിക്കാത്തിടത്തോളം കാലം അവരെ ദൈവം അംഗീകരിക്കും. മാതാപിതാക്കളായ നമ്മുടെ ചുമതല എന്താ? നമ്മുടെ കുഞ്ഞുങ്ങളെയും അസ്വർഗീയ നഗരത്തിന് വേണ്ടി ഒരുക്കണം. പ്രത്യാശ നിർഭരമായ അനുഗ്രഹിക്കപ്പെട്ട ആ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ ശ്രമിക്കണം. ഇവിടെ വായിക്കുന്നു, ഇസ്രായേലിൽ ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയരെന്നും അബ്രഹാമിന്റെ സന്തതിയാകയാൽ മക്കളൊന്നും വരികയില്ല. അതിന്റെ 7-ഉം 8-ഉം വായിച്ച് 8-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ട്, ജഡപ്രകാരം ജനിച്ചവരല്ല, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒറ്റ ഒരുത്തിനെയും തമ്പുരാൻ സന്തതി എന്ന്
അത് പെന്തിക്കോസ്ത് മാതാപിതാക്കൾക്ക് ജനിച്ചാലും, അത് യാക്കോബ് പള്ളിയിലോ മാർത്തോം പള്ളിയിലോ ഹിന്ദുവോ മുസ്ലിമോ ആരുടെ ആയാലും, വാഗ്ദത്ത പ്രകാരം ജനിക്കാത്തവരെ ഒന്നും ദൈവം ആരെന്ന് കാണുന്നില്ല. പറഞ്ഞാട്ടെ, സന്തതി എന്ന് കാണുന്നില്ല. 2 കൊരിന്ത്യർ 5:17 വായിക്കുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ പഴയ അഡ്രസ് അങ്ങ് മാറിയെന്നേ. ഹല്ലേലൂയ. പഴയ വേൽവിലാസം അങ്ങ് മാറിപ്പോയി. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയായി തീർന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ എടുത്തു വായിക്കാൻ പറയുന്നു, അവന്റെ വിത്ത്, ആരുടെ വിത്ത്? ദൈവത്തിന്റെ വിത്ത് എന്നിലിരിക്കുന്നു. ദ സീഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ മീ. എന്നിലിരിക്കുന്നു. എന്നിൽ ഒരു വിത്തുണ്ടായിരുന്നു. ആരുടെ? ആദാമിന്റെ വിത്ത് എടുത്തങ്ങ് മാറ്റിയെന്ന് എന്ന് പറഞ്ഞാൽ അവിടെ സീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് DNA ആണ്. ആദാം ഈ DNA എടുത്തു മാറ്റിയിട്ട് എന്നിൽ ആരുടെ DNA ആക്കി? ക്രിസ്തുവിന്റെ DNA എന്നിലാക്കി. അതുകൊണ്ടാണ് എനിക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം വന്നത്. ആദാമ്യ സ്വഭാവത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ മനസ്സും ക്രിസ്തുവിന്റെ ഹൃദയവും ക്രിസ്തുവിന്റെ അതേ ആ രീതിയിലേക്ക് എന്നെ മാറ്റപ്പെടുകയാണ്. അതിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളെ DNA മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നത്? നാമോ ക്രിസ്തുവിന്റെ, പറഞ്ഞാട്ട് ബാക്കി അറിയാമെങ്കിലേ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. പൗലോസ് പറയുന്നു അടുത്ത ഭാഗത്ത്, നമുക്ക് ആരുടെ സ്വഭാവം വേണം? ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവേശുവിലുള്ള ഭാവം നമുക്കുണ്ടാകണം. അതിന് നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകണം. ക്രിസ്തുവിന്റെ മനസ്സും സ്വഭാവവും നമുക്കുണ്ടെങ്കിൽ 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുന്നു, നാം എന്താകുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഹല്ലേലൂയ നാം അവനെ കാണുന്നത് പോലെ നാം എല്ലാവരും അവനോട് സമന്മാരായി മാറും. ഹല്ലേലൂയ. അവനോട്, അവന്റെ സ്വരൂപത്തോട് അനുരൂപരായി മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രൂപത്തിന് ഒരു മാറ്റം വരുമെന്ന്. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ വേദപുസ്തകത്തില് പ്രത്യേകിച്ച് റോമാലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഒരു മുൻനിയമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. മുൻ നിയമനം എന്തിനാ? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് നിങ്ങളെ ക്രിസ്തുവിൽ മുൻ നിയമിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്? പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിനാണ് എന്നെയും നിങ്ങളെയും മുൻ നിയമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ മുൻ നിയമനം പ്രാപിച്ച് ദൈവസന്നിധിയിൽ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നമ്മുടെ വിളി കഴിഞ്ഞു. വിളി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈൻ കോളിംഗ് ആണ്. ഹല്ലേലൂയ. ഇറ്റ്സ് എ ഡിവൈൻ കോളിംഗ്. ഹല്ലേലൂയ. സ്വർഗീയ വിളി, ഹെവൻലി കോളിംഗ്. ആ വിളി കേട്ട് ഇറങ്ങി തിരിച്ചവരെ തമ്പുരാൻ എന്താ ചെയ്യുന്നത്? മുൻ നിയമിച്ചവരെ വിളിക്കുകയും വിളിച്ചവരെ നീതീകരിക്കുന്നു. നീതീകരിക്കുന്നു. നീതീകരിക്കുന്നത് എന്താണ്? എന്ത് വെച്ചാണ്? യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പിതാവായ ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മെയല്ല കാണുന്നത്, നമ്മുടെ പാപത്തെയല്ല കാണുന്നത്, നമ്മുടെ മേൽ തളിക്കപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് കാണുന്നത്. ആ രക്തത്താൽ തളിക്കൽ പ്രാപിച്ച, കഴുകൽ പ്രാപിച്ച ദൈവപൈതലേ, നീ നീതീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദൈവം നീതീകരിച്ചവരെ ആര് കുറ്റം ചുമത്തും? ആമേൻ. ഹല്ലേലൂയ. പ്രൈസ്. എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ വേറൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. വീണ്ടെടുപ്പിൻ നാളിനായിട്ട്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. വീണ്ടെടുപ്പിൻ നാളിനായിട്ട് തേജസ്കരിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എത്ര പേരെന്നെ കേൾക്കുന്നു ശ്രദ്ധയോടെ? വീണ്ടെടുക്കപ്പെട്ട ഒരു നാള്, അതെ, തേജസ്കരിക്കപ്പെടുന്ന ഒരു നാളിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇപ്പോഴേ പരിശുദ്ധാത്മാവിനാൽ ഹെവൻലി സീൽ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക്, എനിക്കോ പാസ്റ്റർക്കോ ആ സീല് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇതൊരു അദൃശ്യമായ സീല, അൺസീൻ സീല. പക്ഷെ ദൈവവചനം പറയുന്നു, നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക. പക്ഷെ അദൃശ്യനായ പിശാചിന് ഇത് കാണാൻ പറ്റും. ഹല്ലേലൂയ. പിശാചിനും അവന്റെ സേനയ്ക്കും ഈ മുദ്ര കാണാൻ പറ്റും. കാരണം ഇതൊരു ഹല്ലേലൂയ ഹെവൻലി സീലാണ്. നമ്മളൊക്കെ പട്ടുപോകാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? പിശാചിന് ശക്തിയോ കഴിവോ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ വീട്ടിലോ പരിസരത്തോ കാറിനകത്തോ ഓടുന്നത് വണ്ടിയിലോ ഒന്നും വരാഞ്ഞിട്ടല്ല. അവൻ വന്ന് കാണുമ്പോൾ അവൻ ആദ്യം കാണുന്ന എന്താണെന്നറിയാമോ? നിന്റെ മേൽ കിടക്കുന്ന ഒരു ഹെവൻലി സീല് അവൻ കണ്ട് അവൻ അറിയാം, ഇത് ദൈവത്തിന്റെ വകയാണ്, ഇതിന്റെ എനിക്ക് തൊടാൻ അവകാശമില്ല. ഞാൻ നിങ്ങൾ പട്ടുപോകാതിരുന്നത് ദൈവവൈതലേ അവന്റെ കൃപയാണ്, അവന്റെ ദയയാണ്. ആ അനുഗ്രഹിക്കപ്പെട്ട ആ മുദ്ര എന്റെ മേൽ കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിൻ നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. മുന്നോട്ട് കടന്നു വരട്ടെ. ഹല്ലേലൂയ. സമയം എന്റെ തീരുന്നു എന്ന് ഞാൻ, അതെ, തീരാറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ ജനസിസ് 21:8 ഒന്ന് വായിച്ചാട്ടെ. ജനസിസ് 21:8. അവിടെ ഇസ്ഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ ഒന്ന് എടുത്ത് വായിക്കണമേ. ആ, അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രയീമ്യ ദാസി ആഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ ഇസ്ഹാക്കിനോട് കൂടെ അവകാശിയാകാൻ. ഇതേ ഭാഗം ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം എടുത്ത് വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. തിരുവെഴുത്ത് എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല. അവകാശം പ്രാപിക്കയില്ല. ജഡപ്രകാരം ജനിച്ചവൻ പുറത്ത്. ആമേൻ, ഹല്ലേലൂയ. അവൻ വീണ്ടും ജനനം പ്രാപിച്ച വാഗ്ദത്ത പ്രകാരം ജനിച്ച ദൈവമക്കളോട് കൂടെ അവകാശം പ്രാപിക്കയില്ല. ഹല്ലേലൂയ. നീ 4-5 കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കാൻ പോകുന്ന ഭാഗ്യം ഒരു ശ്രേഷ്ഠകരമായ പദവിയാ ദൈവമേ. യേശുവിന്റെ വചനമനുസരിച്ച്, കൽപ്പനകൾ അനുസരിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ആ ഭാഗ്യകരമായ പദവി ഉണ്ടല്ലോ, അത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുക. ജനസിസിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കാം. 25-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അബ്രഹാം മരിക്കുന്നതിന് മുൻപ് താൻ ചെയ്ത ഒരു കാര്യമുണ്ട് അവിടെ. തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാം ദാനങ്ങളെ കൊടുത്തു. പറഞ്ഞു വിട്ടു. മതി, അത്രയും വായിച്ചാൽ മതി. അബ്രഹാം ചെയ്ത എന്താണെന്നറിയാമോ? തനിക്ക് ലഭിച്ച ജനിച്ച വെപ്പാട്ടികളുടെ ദാസിമാരുടെ മക്കൾക്കെല്ലാം എന്ത് കൊടുത്തു? നമുക്ക് ദാനം മതിയോ? രോഗസൗഖ്യം മതിയോ? നമുക്ക് കാർ മതിയോ? നമുക്ക് നല്ല ജോലി മതിയോ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് വലിയ ആളായാൽ മതിയോ? ഇതൊക്കെ ദാനമാണ്. ഇതൊക്കെ എന്താണ്?
ദാനം 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 ദാനം. നമുക്ക് അവകാശമാണ് വേണ്ടത്. നമുക്ക് അവകാശമാണ് വേണ്ടത്. എത്ര പേരെന്നോട് കൂടെ ഉണ്ട്? എനിക്ക് ദാനമല്ല വേണ്ടത്. വെപ്പാട്ടിയുടെ മക്കൾക്ക് ലഭിച്ചത് ദാനം, എന്നാൽ ഇസ്ഹാക്കിന് ലഭിച്ചത് അവകാശമാണ് ലഭിച്ചത്. നിത്യ അവകാശം, നിത്യജീവൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 4:14 വായിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ നിമിത്തം നിങ്ങളെ വിളിച്ചത്. ആരുടെ മഹത്വം പ്രാപിപ്പാൻ? യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. ആമേൻ. യേശു പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എവരും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശു എവിടെയാ ഇരിക്കുന്നത്? പിതാവിന്റെ വലത്ത് ഭാഗത്ത്. എന്റെ മഹത്വത്തിൽ എവരും ഇരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു കാറോ വീടോ ജോലിയോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, അവന്റെ അവകാശത്തിൽ പ്രവേശിക്കുക. ഹല്ലേലൂയ. ആ മഹത്വം ഞാൻ പ്രാപിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരമുയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദാനങ്ങളൊക്കെ നല്ലതാ ദൈവവൈതലേ. വചനം പറയുന്നത് വെപ്പാട്ടിയുടെ മക്കൾക്കുള്ളതാ ദാനം, എന്നാൽ മക്കൾക്ക് അവകാശമാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അവകാശം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്റെ സമയം ഇവിടെ കടന്നു പോയത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം നിന്ന ദൈവദാസന് സഭയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. രാത്രിയിൽ നമ്മൾ ഒരുമിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ദൈവസഭ ആരും അവരുമായി നിൽക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ജയകരമായി ഈ രാജ്യത്ത് ജീവിക്കേണ്ടതിന് പ്രലോഭനങ്ങളും പരീക്ഷകളുമുള്ള ഈ കാലഘട്ടത്തിൽ, പല വെല്ലുവിളികളുള്ള ഈ കാലഘട്ടത്തിൽ നല്ല ജയകരമായ ജീവൻ നയിപ്പാൻ സ്വന്തം അവരെ സഹായിക്കേണ്ടതിന് ദൈവമക്കൾ ശക്തിയോടെ പ്രാർത്ഥിക്കണം. കർത്താവായി സ്വീകരിച്ച് വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഈ പ്രിയ പൈതല് അടുത്ത ദിവസങ്ങളിൽ അടുത്ത നിമിഷത്തില് അവിടുത്തെ കൽപ്പനയാകുന്ന ജലസ്നാനത്തിലേക്ക്, വിശ്വാസ സ്നാനത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരുസാന്നിധ്യം, അല്ലാഹുവിന്റെ കരം അവരോട് കൂടെ ഇരിക്കണമേ. അവരുടെ പഴയ മനുഷ്യനെ കുടിച്ചിട്ട് പുതിയ മനുഷ്യനെ, അതിനെ തേജസ്കരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുന്ന പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ കൃപയ്ക്കൊത്തവണ്ണം വചനത്തിനൊത്തവണ്ണം ജീവിപ്പാൻ ഈ പ്രിയ പൈതലിനെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. വിരോധമായി വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ, കുടുംബ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന സകല ബന്ധനങ്ങളും, അവിചാരത്തിന്റെ കെട്ടുകളും അനുഗ്രഹമായി ദാവീദിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കൊരു അനുഗ്രഹമായി തീരുവാൻ യേശു മൂലം സഹായിക്കണമേ. ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല കർത്താവേ, ഞങ്ങൾ ജെഫിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ഇന്ന് പകൽക്കാലം ദൈവസഭയായി ഞങ്ങൾ ഒരുമിച്ച് പതിനെ അനുഗ്രഹിച്ച അവന്റെ തീരുമാനത്തിന് സ്വർഗ്ഗമേ മാനിക്കണമേ. സ്വർഗ്ഗമേ അനുഗ്രഹിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ദൈവത്തിനും ജയകരമായ ജീവൻ നൽകാൻ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്ന് പൈശാചിക പരീക്ഷകളിൽ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും
കരുതലേൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രിയ പൈതലുമായി ഒരു സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പിതാവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ദൈവസന്നിധിയിൽ നിഷ്കളങ്കരും നീതിയുള്ളവരും സകല ദോഷവും വിട്ടകലുന്ന എലിസബത്തിനെ പോലെ, അതേ സെക്കരിയാവിനെ പോലെ നല്ല സാക്ഷ്യമുള്ളവനായി ഒരു ദൈവദാസനായി പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ പ്രിയ പൈതലിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവന്റെ ബുദ്ധിമണ്ഡലത്തെ കിടത്തിക്കളയുന്ന, മുന്നോട്ട് വിടുകയില്ലായി വാദിക്കുന്ന എല്ലാ പൈശാചിക വർത്തകരും അധികാരമുള്ള നാമത്തിൽ ദൃഷ്ടിയുള്ളവനായി, കാഴ്ചപ്പാടുകളുള്ളവനായി പൗലോസിനെ പോലെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഓടുന്നവനായി തീരുവാൻ പ്രിയ പൈതലിനെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ിന്റെ സന്നിധിയിലേക്ക് പ്രിയ പൈതലെ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞുമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പലരും പുറകിലേക്ക് മാറി നിൽക്കുമ്പോൾ യുദ്ധത്തിലേക്ക് നയിച്ച അഭിഷേകമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവേ, ദാസിയെ പോലെ വരും ദിവസങ്ങളിൽ ആത്മനിറവ് പ്രാപിച്ച പ്രവചനവരും പ്രാപിച്ച സഭയുടെ മധ്യത്തിൽ മാത്രമല്ല അയക്കുന്നിടത്തൊക്കെ ഒരു അനുഗ്രഹ വിഷയമായി വെളിപ്പെടുത്തക്കവണ്ണം മാത്രമല്ല കണ്ണു തുറന്നിരിക്കുമ്പോൾ പോലും ദർശനങ്ങൾ കാണുന്നവളായി ഒരു അനുഗ്രഹമായി തീരത്തക്ക നിലയിൽ ദൈവപ്രിയ പൈതലിനെ ഉപയോഗിക്കുമാറാകണം. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. രക്തത്താലും മധുരത്താലും ഈ കുഞ്ഞിനെ ഞങ്ങൾ മുദ്രയിടുകയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. As believers, I accept Jesus Christ as my Lord and Savior on 29th of October 2022. During a fasting and prayer, God touched me. Since then, God has changed my life and helped me to do more things for the kingdom of God. Last month, during a Saturday worship, the Sentinel message really touched me. That night, I took the decision of taking baptism. I knew it was the right decision, as it's a commandment of Jesus Christ. The next step after being born again. I also thank all of my Sunday school teachers, Prince Yanni, Jean Yanni, Ben Yanni, and Sinani. I also thank Pastor Angu and Sinani for giving me my spiritual support. I also thank Gladness and Destiny and Bobness and Ashley Jiti and Joseph Jiti for all the support you guys gave me for my spiritual life. All of you guys were a role model for me in my life. I also thank my parents who helped me in everything. They taught me how to stay strong in all the situations of life. I especially thank my grandparents as they're the ones who taught me Bible verses for the first time. I also thank my Sunday school teachers back home. I thank all of you who helped me in my spiritual life and supported me in everything I did for the kingdom of God. I request everyone to pray for me
that I may be able to live for God and continue to lead a life in Christ, and pray that I will be able to do more for the kingdom of God and to lead a spiritual life ahead. I'd like to read the Bible verse, Galatians 5 verses 5. For through the Spirit we eagerly await by faith the righteousness for which we hope. I also read another verse, Romans 8 verses 39. Neither height nor depth nor anything else in all creation will be able to separate us from the love of God that is in Jesus Christ our Lord. I request to everyone to pray for me. Thank you. God bless you. Praise God, greetings to you. Praise God, greetings to you in the name of the Lord Jesus Christ. I thank God for giving me this opportunity to stand here and Pastor Ango, and for giving me an opportunity to stand here and testify about my Lord and Savior Jesus Christ in front of everyone. I thank God for helping me make the decision to accept Jesus Christ as my personal Savior and Lord, and to take the step of baptism. And I accepted Jesus Christ last Sunday after hearing the message, and God touched me, and I took the decision to take baptism. And I also want to express my gratitude to everyone who taught me about the salvation and baptism. And I thank God and my Sunday school teachers and Pastor Ango, Pastor Andy, and Shichichi, and everyone who taught me a bit about all of this, and my family for guiding me through the journey of this faith. And thank everyone, and thank you. Praise God, I thank God for giving me this opportunity to stand in the midst of His believers, and also thank Pastor Uncle and the church for giving me this opportunity to stand here and just share my testimony of how did I got into baptism and accept Jesus Christ. So I accepted Jesus Christ 26th of November 2023. It was on a common Sunday school that at that time God touched me. When before the sundown on a Saturday, there was a fasting prayer that was going on. At that Saturday, the guest pastor was talking about accepting Jesus Christ and why is it important to accept Jesus Christ as your Savior. At that time, I had a feeling inside that I need to get back, accept Jesus Christ as my Savior, but I didn't take it as a serious matter. But on the Sunday, the common worship, and at that time he was talking about the same thing it was a common meeting that all of the children were there, so he was talking about the same thing at that time, and I got a feeling inside that it's time for me to get accept Jesus Christ as my Savior. So at that time I accepted Jesus Christ as my Savior, and after some months later, it was on a Saturday devotion, just Nathan was preaching. That it was a very good message. At that time, God touched me, and first, he asked everyone to start, repent. If anyone wants to repent their sins and come back to Christ, so after that, he told if anyone wants to get up and taking the decision to get baptized. But first, I didn't want to get I had a feeling, but I didn't want to get up. And after some time, I had two thoughts that what would I do if I don't? What would I do if God comes in and would I be left out? And the second thought was, I know what is right and what is wrong, and I need to follow the commandments of Jesus Christ. And at that time, I stood up and this didn't wait for me. And at that time, I took the decision to get baptized. And at this time, I'm thanking my Sunday school teacher, Prince Andy, and Pastor Andy, who has taught me well in situations of my parents who were raped. Also thanking my uncle and aunties who were raped, who taught me well in situation, and who concerned to pray for me and my family, and also for my school. Thank you. എന്തു ഞാൻ പകരം നൽകും ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ
പകരം നൽകും. 1000 പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. യേശുവേ, 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 യേശുവേ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. Praise Lord. Praise God in the matchless name of Jesus Christ. Amen. ഞാൻ 29 ഒക്ടോബർ 2022 ഞാൻ രക്ഷിക ദൈവത്തിനെ കർത്താവായി സ്വീകരിച്ചു. പാസ്റ്റർ പ്രവീൺ എല്ലാവർക്കും അറിയായിരിക്കും, നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് സുരക്ഷയായിട്ട് നിൽക്കുന്നു. ആ പാഷങ്ങളുടെ പ്രസംഗത്തിൽ പാഷങ്ങൾ പറഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പം കർത്താവിന് ഒരു വിഷൻ കാണിച്ചു. അതായത് ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഡാർക്ക്നെസ്, അതായത് സൈറ്റനിക്കല്ല ഞങ്ങൾ ചുറ്റി നിൽക്കുന്ന സമയത്ത് ഒരു സൂര്യനെ പോലുള്ള ഒരു ഗ്ലോബ് നടുക്കോട്ട് വന്നിട്ട് അത് പൊട്ടിത്തെറിച്ചിട്ട് എല്ലാ സൈറ്റനിക്കും പോയി പെട്ടെന്ന് അവിടെ വെളിച്ചമുണ്ടായി. ഞാൻ ആദ്യം വിചാരിച്ചത് ജസ്റ്റ് ഒരു തോട്ടായിരിക്കുന്നു, പക്ഷേ ആ തോട്ട് വിഷനാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത്. പിന്നെ അന്നേരം എന്നെ വചനത്തിൽ നിന്ന് കുറേ ഭാഷകൾ പ്രസംഗിക്കുമ്പം എന്നെ വചനത്തിൽ നിന്ന് ഒരുപാട് ചിന്തിപ്പിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് രക്ഷിക്കപ്പെടാനുള്ള ചിന്ത വന്നു പെട്ടെന്ന്. കാരണം ദൈവം എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഉടനെ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമെടുത്ത് ഞാൻ സഭയുടെ മുന്നേ അതിന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജസ്റ്റിൻ ജോൺസന്റെ പ്രസംഗത്തിൽ ചോദിച്ചു, എൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിച്ചു സ്നാനപ്പെടാനുള്ളവരെല്ലാവരും എഴുന്നേറ്റിക്കാൻ പറഞ്ഞു. ഞാൻ എനിക്ക് എഴുന്നേറ്റിരുന്നു, പക്ഷേ എന്താ എൻ്റെ അടുത്ത് ഇരിക്കാനും പറയുന്നുണ്ട്, എഴുന്നേറ്റ് നിൽക്കാനും പറയുന്നുണ്ട്. കാരണം ഞാനൊരു ഇൻ ബിറ്റ്വീൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റിരുന്നു. എൻ്റെ ചർച്ചയിൽ നിന്ന് എൻ്റെ വചനത്തിൽ നിന്ന് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഇരുപത്തലയുള്ള ഒരു കത്തീനെ പോലെയാണ് വചനത്തെ റിഫർ ചെയ്യുന്നത്. അത് പെട്ടെന്ന് എൻ്റെ നെഞ്ചത്ത് തറച്ച് ഉള്ളിലോട്ട് പോയി. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, എനിക്ക് ദൈവം ഞാൻ ഇനി സ്നാനപ്പെടാൻ തീരുമാനമെടുത്തില്ലെങ്കിൽ ഞാൻ കർത്താവിനെ ഒന്നുകൂടെ ക്രൂശിക്കുന്ന തുല്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ സ്നാനപ്പെടാനുള്ള തീരുമാനമെടുത്തു. ഞാൻ ഉടനെ അത് അപ്പോഴും മുമ്പയുടെ അടുത്തും പറഞ്ഞു. ഞാൻ ഈ സമയത്ത് നന്ദി പറയാനുള്ള സാറ്റർഡേ വർഷിപ്പ് ടീം, യൂത്ത് ആൾക്കാരെയൊക്കെ ഓർത്താണ്. കാരണം എന്നെ ഇത്രയും സ്പിരിച്വൽ ലൈഫിലൊക്കെ കൊണ്ടുവന്നത് അവരായിരുന്നു. അതുമാത്രമല്ല എൻ്റെ പപ്പ, മമ്മി, പാസ്റ്ററുകൾ, എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, അവരെല്ലാവരും എനിക്കൊരു അനുഗ്രഹമായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറയാമെന്ന് സ്നാനപ്പെടുക, രക്ഷിക്കപ്പെടുക, ഫോഴ്സ് അല്ലായിരുന്നു, പക്ഷേ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു ഓരോ കാര്യങ്ങൾ. എല്ലാവരും തീരുമാനിക്കുന്നത് Before the world began.
As I already told, I accepted Jesus Christ as my personal Savior in ICPF camp on April 12, 2023. And today I'm here to bury myself, my old self, by surrendering ourselves in baptism and obey God's law through this. I ask all of your prayers that we, the children of the Most High, as we go under the waters of baptism, the Spirit of our King is with us, and that it fills us with afresh of the Holy Spirit, and we walk obediently with Him all our days. May this public declaration be just a new beginning of a new life, wholly devoted to you, that we may set our hearts in a blaze with passion for the lost hearts. As we emerge from the waters, may the light of His brightness shine upon us. And I ask in the powerful name of Jesus, who modeled baptism in the obedience of the Father, through whom we have a new abundant life. For the blessings, I would like to say a short verse from the Bible that inspired me. One Lord, one faith, one baptism. Surrendering, I would like to thank you all. God bless. Amen. 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 ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യത്തിന്റെ ദിനമാണ്, വലിയൊരു ദൈവപ്രവൃത്തി നടന്ന ദിനം. അവരുടെ തീരുമാനങ്ങളെ ദൈവത്തിൽ അറിയിക്കുവാനിടയായല്ലോ. പ്രൈസ് ഗോഡ്. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു ഭാഗ്യത്തിന്റെ അനുഭവം അവരുടെ ജീവിതത്തിൽ നമുക്ക് ആ സന്തോഷം ചേർന്ന് പാടിക്കേ. ശബ്ദത്തെ നടന്നു കർത്തരന്റെ ഞാനവന്റെ താൻ വിളിച്ചു ഞാൻ വിളിച്ചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അവർ ദൈവസന്നിധിയിൽ ഉറപ്പിച്ച തീരുമാനമനുസരിച്ച് കർത്താവെ, സ്വർഗം അവരെ മുദ്ര വെച്ചിരിക്കുക, സ്വർഗം അവരെ അനുഗ്രഹിച്ചിരിക്കുക. ഈ ഒരു ഭാഗ്യ ദിനം അവർക്ക് നൽകി കൊടുത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. സ്വർഗീയ അനുഗ്രഹവും ആശീർവാദവും കുഞ്ഞുങ്ങളുടെ മേൽ പകരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, തിരുകരത്തിൽ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യം. അനന്തരം യേശു യോഹന്നാൻ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്നു യോർദാൻ അക്കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അവനെ വിലക്കി, നിന്നെ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേറ്റിരിക്കുക. നാം എല്ലാവരും അവന്റെ മരണത്തിന് പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിന് പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചിരിക്കുന്നത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടു കൂടി നാം ഏകീഭവിച്ചിരിക്കുകയാണെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ച് എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുക. നാം ഇനി മരിക്കുകയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസമ്മതമായി ഒരിക്കലായിട്ട് മരിച്ചു.
അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നു എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിന് അതിന്റെ മോഹങ്ങളെ അനുസരിക്കുന്നമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെ. യേശു അടുത്ത് ചെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഈ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്ന അനുസരിച്ച് ഇതൊരു പബ്ലിക് പ്ലേസ് അല്ല, അതുകൊണ്ട് വലിയൊരു മെസ്സേജിന്റേതായ ആവശ്യമില്ല. എങ്കിലും ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലും ആ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം എടുക്കുവാൻ അവർ തീരുമാനിച്ച് മുന്നോട്ട് വരുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, കർത്താവ് കൽപ്പിച്ച ദൈവത്തിന്റെ ഒരു കൽപ്പനയാകിയാൽ ഇത് നാമെല്ലാവരും അംഗീകരിക്കണമെന്നുള്ളതും നമ്മളത് ചെയ്യണമെന്നുള്ളതും ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നതുമാകിയാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കുന്ന ഈ സ്നാന ശുശ്രൂഷ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് ഈ സ്നാനത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ ഈ നടക്കുന്ന ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുവാൻ മാത്രമല്ല, ഇന്ന് പകൽക്കാലം ഈ സ്നാനം എടുക്കുവാൻ തീരുമാനത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഈ സ്നാനം എടുക്കുമ്പോൾ തന്നെ നമ്മൾ വചനത്തിൽ കാണുന്ന പോലെ സ്വർഗം തുറന്ന് യോർദാനിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്ന പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ വന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ നിമിഷത്തിൽ തന്നെ സ്വർഗീയമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ കടന്നു വരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്നാനപ്പെടുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് ആത്മാവ് തന്നെ അവരെ നടത്തുവാനാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുവനന്തപുരത്തിലേൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്നാനപ്പെടുവാനുള്ള കുഞ്ഞുങ്ങൾ Ti
സ്നാനപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. പിതാവിന്റെ വലത്തുഭാഗത്ത് തന്റെ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തവരും തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും കടന്നു വരുന്നവരുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലും തിരുവചനത്തിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനം കൊടുക്കുന്നു. അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം നീ പ്രാപിക്കോ. പാനം ചെയ്യുവാൻ കഷ്ടത പാനപാത്രമാവൻ കൂടെ സ്നാനമെന്ന കൃപ നൽകി നീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടത പാനപാത്രമാവൻ കൂടെ സ്നാനമെന്ന കൃപ നൽകി നീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടും മഹിമയിൽ ആവിയാലെ പാടുക. പരമേശ്വരൻ സദയം പാപമെല്ലാം പൊങ്ങിയത് പാടുക. പരമേശ്വരൻ സദയം. തിരിച്ചറിയുന്ന പ്രായമായപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം അംഗീകരിക്കുവാൻ തക്കവണ്ണമുള്ള തീരുമാനത്തോടെ മുന്നോട്ട് കടന്നു വന്നിരിക്കുമ്പോൾ സ്വർഗീയ അനുഗ്രഹത്താൽ പൈതൽ നിറയ്ക്കണം. ശ്രേഷ്ഠമേറിയ ഒരു പുതുജീവിതം നയിപ്പാൻ ആവശ്യമായ എല്ലാ ദൈവകൃപകളും പൈതലിന് നൽകി കൊടുക്കുവാൻ ഇന്ന് പലകാലം ദൈവസഭയായി ഞങ്ങൾ ഒരുമിച്ച് പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. നാമത്തിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ദാനഭൂമിയിലേക്ക് അവതരിച്ച് മനുഷ്യരുടെ ഇടയിൽ പാർത്ത് അതിശയങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് 33 തിരുവയസ്സിൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തവനും തനിക്കായി കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വീണ്ടും കടന്നു വരുന്നവരുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നവര് പദത്തിന്റെ അടിസ്ഥാനത്തിലും തിരുവചന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. അന്ത്യത്തോളം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം നീ പ്രാപിക്കൂ. അത്രയു നല്ല ആശീർവാദം ഒക്കെയുള്ള വീഴ്ചയിടുവാൻ ആദ്യകൊണ്ടു കാത്തിരുന്ന കാലമാതികൾ. അത്രയു നല്ല ആശീർവാദം ഒക്കെയുള്ള വീഴ്ചയിടുവാൻ ആദ്യകൊണ്ടു കാത്തിരുന്ന കാലമാതികൾ. ആദ്യം കിട്ടാവരെ ആഘോഷിച്ചിടുവാൻ, ആദ്യം കിട്ടാവരെ ആഘോഷിച്ചിടുവാൻ, ആദ്യറിഞ്ഞവൻ തന്റെ വാർത്തയിലേക്കിയത് പാടുക. പരമേശ്വരൻ സദയം എന്റെ കാവലെല്ലാം നോക്കിയത് പാടുക. പരമേശ്വരൻ സദയം. പരിശുദ്ധനായ സ്വർഗ്ഗീയ ദൈവമേ, കർത്താവേ, അവന്റെ നന്മതിന്മകളെ തിരിച്ചറിയുന്ന പ്രായത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവേ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം കേൾക്കുവാനും തീരുമാനത്തോടെ നടന്നിരിക്കുമ്പോൾ ഇന്ന് സ്വർഗം അവരെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, ഹല്ലേലൂയ, സ്വർഗ്ഗം തുറന്ന് പരിശുദ്ധാത്മാവിനെ അവന്റെ മേൽ അയച്ച് ഒരു പുതുജീവിതം നയിപ്പാൻ ആവശ്യമായ എല്ലാ ദൈവകൃപകളും സ്വർഗം അവനെ നൽകി കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക
എല്ലാ അനുഗ്രഹത്താലും സ്വർഗത്തിലെ ദൈവം ഇവരെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുകരത്തിൽ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. മാനവകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താഴെ ഭൂമിയിലേക്ക് അവതരിച്ച മനുഷ്യരുടെ ഇടയിൽ പാർത്ത് 33 വർഷം ഈ ഭൂമിയിൽ പാർത്ത് കാൽവരി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട സ്വർഗത്തിലേക്ക് കയറിപ്പോയവനും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനും തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നവരുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലും ദൈവഭക്തിയോപദേശത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. അന്ത്യത്തോളം വിശ്വസനായിരിക്കുക, എന്നാൽ ജീവകിരീടം നീ പ്രാപിക്കും. സാധ്യമല്ല ആത്മശക്തി ലഭ്യമാണ്. കാത്തിരുന്നു ഞാൻ. ആർക്കുമേലും സാധ്യമല്ല ആത്മശക്തി ലഭ്യമാണ്. കാത്തിവെന്നും കാത്തിയോടെ കാത്തിരുന്നു ഞാൻ. കാത്തവരൻ ദുരിതങ്ങൾ ഓർത്തവരൻ പ്രാർത്ഥനകൾ. കാത്തവരൻ ദുരിതങ്ങൾ ഓർത്തവരൻ പ്രാർത്ഥനകൾ. തീർത്തവരൻ ദുരിതങ്ങൾ വാഗ്ദത്തത്തിനാവിയാലെ പാടും ഞാൻ. പരമേശ്വരൻ സകലം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ. പരമേശ്വരൻ സകലം. പരിശുദ്ധനായ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, നിന്റെ പ്രായത്തിൽ ദൈവത്തിന്റെ വചനത്തെ ശരിയും തെറ്റും തിരിച്ചറിയുന്ന പ്രായത്തിൽ അങ്ങനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിപ്പാൻ അവൻ താല്പര്യപ്പോടെ മുന്നോട്ട് വന്നിരിക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ചവരെ അനുസരിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ നടത്തിപ്പ്, ഒരു ജയജീവൻ നയിപ്പനാവശ്യമായ ദൈവകൃപ, അനേകരോട് സാക്ഷ്യം പറയാനുള്ള ദൈവികമായ നിയോഗം സ്വർഗഭവന്റെ മേൽ പകർന്നവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. മാനവകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താഴെ ഭൂമിയിലേക്ക് അവതരിച്ച ഈ ഭൂമിയിൽ പാർത്ത് അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്ത് 33 വയസ്സിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കയറിപ്പോയി നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനും തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നവരുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഏതും വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവവചനത്തിന്റെ ഭക്തിയോപദേശത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കാം, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. കൂടാവകാശം കർത്താവായ യേശു ക്രിസ്തുവിന്റെ
യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച അങ്ങയുടെ കൽപ്പനയാകുന്ന സ്നാനം എടുക്കുവാൻ തീരുമാനത്തോടെ വന്നിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സ്വർഗം അവരെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, തുടർന്നുള്ളവന്റെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കണം. നല്ല ജയകരമായ ജീവിതം നയിപ്പാൻ, ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം നയിപ്പാൻ ആവശ്യമായ എല്ലാ ദൈവകൃപകളും അവനുമേൽ പകർന്ന സ്വർഗം അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന പിതാവേ, തിരുകരത്തിലേൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് അവതരിച്ച് മനുഷ്യരുടെ ഇടയിൽ പാർത്ത് അതിശയങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് 33 വർഷ വയസ്സിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്കായി പക്ഷപാതം ചെയ്തവരും തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതിനുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ ജ്ഞാനപ്പെടുത്തണമെന്ന അടിസ്ഥാനത്തിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനം കഴിപ്പിക്കുന്നു. അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കാം എന്നാൽ ജീവകിരീടം നീ പ്രാപിക്കും. ഇത്രത്തോളം ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. ഈ 5 കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുവാൻ, ഈ വെള്ളത്തിൽ അവർ സ്നാനപ്പെടുവാൻ നമുക്ക് സ്വർഗം അവർക്ക് കൃപ നൽകി. വേണ്ടി നമുക്ക് ദിവസത്തെയും പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല കർത്താവേ, ഈ ശുശ്രൂഷ ഇത്രത്തോളം നടത്താൻ ഈ ജലാശയത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുവാൻ സ്വർഗം സഹായിച്ചതിനാൽ നന്ദി പറയുന്നു. വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥനകൾക്കായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. I come before you today. There's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you. Thank